കിരണിൻ്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നാളെയും മറ്റന്നാളും ഒന്നും ചിലപ്പോൾ ചാനലിനകത്ത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോണേ. അതുകൊണ്ടാട്ടോ എന്തായാലും ഞാൻ ഭേദമാകുന്ന അനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അല്ല അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന ഒടുവിൽ രാഹുൽ നല്ല ദേഷ്യത്തിലാണ്. കാരണം മനോഹറിനോടുള്ള ദേഷ്യം അവൻ തന്നെ തല്ലിച്ചതച്ചു. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ എന്നൊക്കെയൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. വിക്രത്തോട് പറയുകയും ചെയ്തു, ഇങ്ങനെ പോയിട്ടുണ്ടാ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല. ഇന്ന് അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചു. വിക്രം പറഞ്ഞു, അങ്കിള് വിഷമിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഞാൻ അങ്കിളിനോടൊപ്പം ഉണ്ട്, അങ്കിള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് രാഹുൽ പറഞ്ഞു, കണ്ടില്ലേ ആ പോലീസുകാരൻ വന്നിട്ട് എന്നെയാ തല്ലിയത്, അവനല്ല മനോഹറിന് സപ്പോർട്ടാന്ന് തോന്നേ. വിക്രം പറഞ്ഞു, അവനിപ്പോൾ ഭയങ്കര നന്നാവാൻ തീരുമാനിച്ചിരിക്കുമല്ലേ, അവന് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ, അവൻ പുണ്യാളനാവാൻ തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ടായിരിക്കും. ആ സമയം രാഹുൽ പറഞ്ഞു, അവൻ്റെ പുണ്യാളത്തെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്ന ആ വാക്ക് ഒരു കാരണവശാലും ഞാൻ മാറ്റാൻ പോകുന്നില്ല. ഇവിടുന്ന് അവൻ ഇറങ്ങുന്നതിന് മുമ്പ് അവനെ ഞാൻ തീർത്ത് കളഞ്ഞിരിക്കുമെന്ന് പറയാം. അവനൊരിക്കലും ഇവിടുന്ന് ജീവനോടെ പോകാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. വിക്രം പറഞ്ഞു, എനിക്ക് അധികം വൈകാതെ പരോള് കിട്ടും അങ്കിളെ. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ കല്യാണി എന്ന് പറയുന്നവളെ പിന്നെ ആ കാർത്തിക എന്ന് പറയുന്നവളെയൊക്കെ തീർത്ത് കളയണം. അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, അല്ല പരോള് കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോടാ? നടത്തണം. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അയാൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സ് വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രാഹുൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ പുറത്തിറങ്ങുവാണെങ്കിൽ ദേ ഇവിടെ ഒരുത്തനുണ്ടല്ലോ, ഇവൻ പുറത്തിറങ്ങുവാണെങ്കിൽ ഇവനെ കൂടെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തുകളാം, എത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ രാഹുലിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് മനോഹറിന്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. രാഹുലിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റി. ഇനി അങ്ങനെ വെറുതെ വിട്ടുകൂടാ. അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാം പ്രതികരിക്കണം. ഇത്രയും നാളും തല്ലും ചതയും കൊണ്ടൊക്കെ ഇരുന്നു, പക്ഷേ ഇനി അത് പറ്റില്ല എന്നൊക്കെ മനസ്സ് വിചാരിച്ചു. ഈ സമയത്ത് കാർത്തികയുടെ വീട്ടിൽ ഭാനുമതി മുത്തശ്ശി അടുക്കളയിലേക്ക് വന്നു. കാദംബരിയും ശാന്തി ചേച്ചിയൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ ആ മൂപ്പൻ്റെ മോളും പിന്നെ ആ പെങ്കുച്ചിനെ കേട്ടാവുള്ള ചെറുക്കനുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, വേലു. അവനും കൂടെ വന്നിട്ടുണ്ട്, കല്യാണി മോളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു പറയണേ. ആണോ? എന്നിട്ടോ? ആ കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല, എന്തോ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഛർദി ആയിരുന്നാ പറഞ്ഞേ. കാദംബരി വെച്ച് ഛർദിയോ? അതേന്നേ. കല്യാണിയെ പറഞ്ഞേ ആഹാരം ഒന്നും നേരെ ജോബി കഴിക്കുന്നില്ലാന്ന്. അല്ല എങ്ങനെ കഴിക്കാനാ? സ്വന്തം അച്ഛനെയല്ലേ ആ ദുഷ്ടം കൊന്നേ, അപ്പൊ പിന്നെ വല്ലതും കഴിച്ചിറങ്ങുമോ? അല്ല അവൻ ഇതിനൊക്കെ അനുഭവിക്കും. എത്ര പേരുടെ ശാപം അവൻ്റെ തലക്കീഴില്. ഉറപ്പായിട്ടും ഈ മരിച്ച ആത്മാക്കൾ അവനെ പിന്തുടരുന്നുണ്ടായിരിക്കും. അവനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, അവൻ ഉറപ്പായിട്ടും മരിക്കത്തുള്ളൂ. ഈ സമയത്ത് കാദംബരി പറഞ്ഞു, അല്ല അവനെ കൈ കിട്ടിയാൽ കൊല്ലാൻ നടക്കില്ല എല്ലാവരും. അതെ, അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാഞ്ഞു നടക്കുന്നത്. ഇനി ആരുടെ കൈ കൊണ്ടാണോ എന്തോ അവൻ്റെ മരണം സംഭവിക്കുക. ഈ സമയം ശാന്തി ചേച്ചി പറഞ്ഞു, അല്ല അവനെവിടെയെങ്കിലും പുറത്ത് സപ്പോർട്ടൊക്കെ കാണും, അതുകൊണ്ടായിരിക്കും അവനെ ആർക്കും ഇതുവരെയായിട്ടും പിടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, അവൻ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാർത്തികേച്ചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാർത്തികേച്ചിക്ക് ചുറ്റും ഒരു വലയം തീർത്തു വെച്ചിരിക്കില്ല എല്ലാവരും കൂടെ കൂടിയിട്ട്. കാർത്തികേച്ചിനെ തൊടാൻ പോലും അവന് പറ്റില്ല എന്ന് പറഞ്ഞു. ഭാനുമതി മുത്തശ്ശി, ഞാൻ വേല് തന്നെ വന്നിരിക്കുന്നത് അവനെ തീർക്കണം എന്നൊരു മോഹമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഥ കഴിക്കുക തന്നെ ചെയ്യും. ആ പെൺകൊച്ച് നല്ല കട്ടക്കലിപ്പിലാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമലുവിന്. കാരണം ഇവിടെ എത്ര ദിവസം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം വയ്യ, വയറ് വീർത്ത് വരും, അതോടൊപ്പം തന്നെ നല്ല മേലായികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഛർദി അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അമലു മുറിയിൽ പോയിരുന്നാലും അമലുവിന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഛർദ്ദിക്കാൻ വരുവാണ്. അമലു പെട്ടെന്ന് മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. അങ്ങനെ അമലു പുറത്ത് പോയത് ഛർദ്ദിക്കുവാണ്. ആ സമയത്താണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. കല്യാണി ഇത് കണ്ടു. പെട്ടെന്ന് കല്യാണി അങ്ങോട്ട് വരുവാണ്. എന്താ അമലു, എന്ത് പറ്റുമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് വീണ്ടും ഛർദിയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. പക്ഷെ അമലു സമ്മതിച്ചില്ല. വേണ്ട ചേച്ചി, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാൽ നിനക്ക് ഗ്യാസിൻ്റെ മരുന്ന് തരാമെന്ന് പറഞ്ഞ് അമലുവിനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി ഗ്യാസിൻ്റെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അമലുവിന് നല്ല സങ്കടമായി. കാരണം ഗ്യാസിൻ്റെ മരുന്നൊന്നും കഴിച്ചാലൊന്നും ഈ ഛർദിയൊന്നും പോകാൻ പോകുന്നില്ല. ഇത് ഗർഭാവസ്ഥയിലുള്ള ഛർദിയാന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ. ഇതിവിടെ ആരോടും പറയാനും പറ്റില്ല. ഭാനുമതി അമ്മമ്മയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണി അമലുവിനോട് പറഞ്ഞു, അമലു ഒരു കാര്യം ചെയ്യുക, ഇവിടെ കുറച്ച് സമയം കിടന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോഴാ
വയ്യായിക്കൊക്കെ കൂടെ മാറുമെന്ന് പറയണം. അങ്ങനെ കല്യാണി അമലുവിനോട് അത് പറഞ്ഞിട്ട് അമലുവിൻ്റെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് രതീഷും ബൈജും കിരണും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർ ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ഫൈനൽ ടച്ചപ്പ് നടത്തുന്ന കല്യാണിയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ബാക്കി നടത്തുന്നതൊക്കെ. പക്ഷേ അതിനു മുമ്പ് നടത്തേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ പോയി അവിടെ ഇന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് ബൈജു വന്നിട്ട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ കിരണളിയ, എനിക്ക് നല്ല സംശയമുണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരുമോയെന്ന്. അത് കേട്ടപ്പം കിരൺ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞേ? മിക്കവാറും അവന് ദിലീപിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് എനിക്ക് സംശയം. ദിലീപിൻ്റെ വീട്ടിലേക്കോ? അതിന് ചാൻസ് കൂടുതലുണ്ട്. മിക്കവാറും അവൻ്റെ ഗുണ്ടകളുമായിട്ട് മിക്കവാറും അവിടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവനറിയായിരിക്കും. ഇത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, അല്ല അവനങ്ങനെ പെട്ടെന്ന് പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല ബൈജു, നീ എന്താ പറയണേ? കാരണം പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പോലീസ് അവനെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. അവനങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞു, പിന്നെ അവനായിരിക്കണം. ഇത്രമാത്രം പോലീസുകാർ തപ്പിത്തടഞ്ഞിട്ട് അവനെ കിട്ടിയോ? ഇല്ലല്ലോ. അവനെ എപ്പോഴേ എവിടെയെങ്കിലും പോയി ഒളിച്ചു കാണും. അവനൊന്നും പെട്ടെന്ന് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. ഈ പോലീസുകാരുടെ മൂക്കും തുമ്പത്തോടെ അല്ല അവൻ നടക്കുന്നേ. എന്നിട്ടോ അവൻ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയോ? ആർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയിപ്പാണോ? അവൻ എന്താണെങ്കിലും വരുമെന്നുള്ള കാര്യം ഉറപ്പാക്കിരണ്ടേയാ. അതുകൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നേ. കിരൺ പറഞ്ഞു, അവൻ ഏത് വഴി വന്നാലും അവനെ തീർക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി അവൻ രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. രതീഷ് പറഞ്ഞു, അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അറിയാലോ, കാരണം അവന് തന്ത്രങ്ങൾ മൊത്തം പഠിച്ചവനാണ്. പിന്നെ ഇപ്പം ഈ കുറേ കാലമായിട്ട് കാട്ടിലായിരുന്നല്ലോ. കാട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പല അഭ്യാസങ്ങളും അവൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അവനെ നമുക്ക് അങ്ങനെ താർക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അവൻ ഏത് വഴി വന്നാലും എങ്ങനെ വന്നാലും അവനെ തകർക്കാനായിട്ട് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അതെ, സൂക്ഷിച്ചും കണ്ടും വേണം. അറിയാലോ, എന്തെങ്കിലും അവൻ വരുന്നുണ്ടെന്ന് ഒരു സൂചന കിട്ടുമോ, അവൻ എന്തെങ്കിലും കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണം. ഇനി അവൻ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. 4 വഴിക്കൊന്നും അവനെ പിടികൂടണമെന്ന് പറയണം. നടുക്കിട്ട് അവനെ നമുക്ക് എല്ലാവർക്കും കൂടി തീർക്കണമെന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, അത് ശരിയാ, എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തീർത്ത് കളയുമെന്ന് പറയാം. അതിനു വേണ്ടി കാത്തിരിക്കുന്നേ. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് ആലോചിക്കുകയാണ്. കാരണം എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലേണ്ടതെന്ന് അറിയത്തില്ല. കാർത്തിയുടെ കല്യാണമാണ് മറ്റന്നാൾ. അപ്പം അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം അടുപ്പിക്കണം. അങ്ങോട്ട് കയറിപ്പോകാനുള്ള വഴിയാണ് ആദ്യം നോക്കണ്ടേ. അപ്പോഴേക്കും മാർട്ടിൻ അങ്ങോട്ട് വന്നു. മാർട്ടിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എങ്ങനെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റും? എല്ലാ വഴിക്കും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർട്ടിൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം പുറത്തിറങ്ങിയിട്ട് ചെക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ വേഷപ്പകർച്ച നടത്തി മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു, അല്ല വേഷപ്പകർച്ച നടത്തി എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകണം. ആ കാർത്തികനെയൊക്കെ എനിക്ക് തീർക്കണം. ഇനി എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പം മാർട്ടിൻ പറഞ്ഞു, അതിനുള്ള വഴി ഞാൻ ഒപ്പിച്ചുതരാം, നീ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയണേ, അവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു, എനിക്കത് മാത്രം മതി. ഒരു കാരണവശാലും കല്യാണം നടക്കാൻ പാടില്ല. കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കാലം പ്ലാൻ ചെയ്തെല്ലാം വെറുതെ ആയിപ്പോവും. അവളെയും തീർക്കണം, അവളുടെ അമ്മയും തീർക്കണം, പിന്നെ പറ്റുമെങ്കിൽ ആ കല്യാണി എന്ന് പറയുന്ന അവളെയും തീർക്കണം. കാരണം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ അവളുടെ കാര്യത്തിൽ. പിന്നെ അവളൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭാര്യയായിട്ട് വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. മാർട്ടിൻ പറഞ്ഞു, എല്ലാവരും കൂടെ ഒരുമിച്ച് തീർക്കുന്ന അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ എങ്കിൽ ഇപ്പം നിന്റെ പ്രധാന ശത്രു ആരാ? ആ ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയല്ലേ? അവരുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കണം. ഗംഗാപ്രസാദ് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അവളുടെ വീട്ടിൽ കയറിയതാ. പക്ഷെ അന്ന് അവളുടെ തോക്കുണ്ടായിരുന്നു. അത് വെച്ച് അവളെന്നെ ഷൂട്ട് ചെയ്തേ. അത് അവൾ തോക്കും കൈ കരുതി ഇരിക്കണേന്ന് തോന്നേ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെന്ന് അവളുടെ മുന്നിലേക്ക് ചാടി കൊടുക്കാൻ മേല. ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കല്യാണം. കല്യാണത്തിൻ്റെ സമയത്ത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുമ്പോൾ ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. അതുമാത്രം ഞാൻ കാണുന്ന ഏക പോംവഴി എന്ന് പറയണം. മാർട്ടിൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അവിടെ കയറാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കിരൺ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കല്യാണിയായിട്ട് സംസാരിക്കണ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു, അതെ അമലുവിന് ഭയങ്കര ഛർദിയും കാര്യങ്ങളുമാണ്. അവളെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അവൾ വരുന്നും കൂടി ഇല്ലയെന്ന് പറയാം. കിരൺ പറഞ്ഞ് ചിലപ്പോൾ നേരെ ചൊവ്വേ ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരിക്കില്ല, അതായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കിരണേട്ടാ, വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇനി വേലുവിനാണെങ്കിലും നല്ല സങ്കടമുണ്ട് അമലുവിൻ്റെ കാര്യം ഓർത്തിട്ട് പോലും. അവൾ ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേലു പരാതിയും പറയുന്നുണ്ടെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, നീ അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്ക്, അവളുടെ സമ്മതം ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കിരൺ കല്യാണിയും കൂടെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി. ഇനിയിപ്പോൾ കല്യാണത്തിന് ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. കല്യാണി പോയി ഓഡിറ്റോറിയത്തിൽ പോയി അതിൻ്റെ ഫൈനൽ കാര്യങ്ങളെല്ലാം നോക്കി. ഡിസൈനും കാര്യങ്ങളെല്ലാം കല്യാണിയാണ് അവസാനം ചെയ്തത്. എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇനിയിപ്പോൾ കല്യാണം നാളെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളോട് ചെയ്താൽ മതി. എല്ലാവരുടെയും മനസ്സിൽ ടെൻഷനുണ്ട്, എന്താവും എങ്ങനെയാവും എന്ന് ഓർത്തിട്ട്. ഗംഗാപ്രസാദ് വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കാൻ തയ്യാറായിട്ടാണ് വേലുമൊക്കെ കാത്തിരിക്കുന്നത്. വേലുവിൻ്റെ മനസ്സിൽ മാത്രമല്ല ചിന്തയുള്ള, അമലുവിൻ്റെ മനസ്സിലുണ്ട്. തൻ്റെ അച്ഛനെ കൊന്നവനാ, അവനെ വെറുതെ വിടാൻ പാടില്ല, എങ്ങനെ അവനെ തീർക്കണം എന്നൊരു ചിന്തയായിട്ട് അമലു ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.